നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈസി ടിപ്സ് ടു സ്റ്റേ കൺസിസ്റ്റന്റ് എക്സസൈസ്. ഇത്രേ ഉള്ളൂ. എക്സസൈസ് മടുപ്പ് കൂടാതെ ചെയ്യണം എല്ലാ ദിവസവും. അതിന് നമ്മൾ പാലിക്കേണ്ട ഒരു ടിപ്സാണ്. അതിൽ വളരെപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സെറ്റ് എ ഫിക്സഡ് ടൈം. നമ്മൾ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യാൻ പലർക്കും മടുപ്പായിരിക്കും. പക്ഷെ എന്ത് ചെയ്യുക, നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞാൽ ഒരു സമയം നിങ്ങൾക്ക് നിശ്ചയിക്കണം. വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസം ഉച്ചക്കോ ആവാം. അപ്പം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയം കണ്ടെത്തുക. ഒരു സമയം ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്ത സമയത്ത് ഇത് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന രീതിയിലേക്ക് വേണം പോകാൻ. അത് മടുപ്പില്ലാതെ എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. പിന്നെ അടുത്തതുള്ളത് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഉണ്ടെന്നല്ല, അതൊരു ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം ഇത് എക്സസൈസ് പൊതുവെ മടുപ്പ് തോന്നുമെങ്കിലും മ്യൂസിക്കിൻ്റെ കൂടെ അങ്ങനെ ചെയ്യുന്നതുകൂടി നമ്മൾ അറിയാതെ ഒരു ഒഴുക്കിലൂടെ അങ്ങനെ എക്സസൈസ് അത് പോകും. അപ്പോൾ നല്ല ഇപ്പോൾ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ മ്യൂസിക്കുകൾ യൂട്യൂബിലൊക്കെ അവൈലബിളാണ്. നല്ലൊരു മ്യൂസിക് എന്ത് കൃത്യമായി മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അത് പ്ലേ ചെയ്യാൻ നല്ല സന്തോഷത്തോടെ നല്ല ഹാപ്പി മൂഡോടെ നമുക്ക് എക്സസൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ എക്സസൈസ് ചെയ്യുന്ന എന്താ പറയുക, നമ്മുടെ ഡ്രസ്സുകൾ, ഷൂകൾ, അതുപോലെ തന്നെ ഇത്തരം വസ്തുക്കൾ നമ്മൾ അടുത്ത് വെക്കുക. നമ്മൾ ഏറ്റവും പെട്ടെന്ന് അവൈലബിൾ സ്ഥലത്ത് വെക്കുക. മറ്റേതെന്ത് രാവിലെ ചിലപ്പോൾ തിരഞ്ഞാൽ കാണില്ല, അത് പിന്നെ തിരഞ്ഞാൽ അപ്പം അങ്ങനെ ദിവസത്തെ എക്സസൈസ് മുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് തലേ ദിവസം തന്നെ എക്സസൈസ് ചെയ്യാനുള്ള ഡ്രസ്സുകളും ഷൂകളും നമ്മൾ ട്രൗസേഴ്സൊക്കെ എന്ത് ചെയ്യുക അടുത്ത് നമ്മളെ റൂമിൻ്റെ അടുത്ത് റെഡിയാക്കി വെച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് എന്ത് എടുക്കാനും അതൊരു മടുപ്പില്ലാതെ എക്സസൈസ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. പിന്നെ അതാണ് സ്റ്റാർട്ട് വിത്ത് ഈസി എക്സസൈസ്. കൂടുതൽ പ്രയാസമുള്ള എക്സസൈസിൽ തുടക്കത്തിൽ ചെയ്യേണ്ട ചെറിയ സിമ്പിൾ എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ സിമ്പിൾ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഘട്ടമായിട്ട് എന്ത് സിമ്പിൾ മാറ്റിയിട്ട് കുറച്ച് കോംപ്ലക്സ് രീതിയിൽ കുറച്ച് പ്രയാസ രീതിക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം സിമ്പിൾ തുടങ്ങുക, പിന്നെ ഘട്ടമായിട്ട് എന്താ അതിൻ്റെ തീവ്രത കൂട്ടിയെടുക്കുകയാണ് വേണ്ടത്. അല്ല ചില ആളുകൾ പെട്ടെന്ന് ആവേശകര എക്സസൈസ് തുടങ്ങും. ഇപ്പോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഹാർഡ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരാഴ്ച കഴിഞ്ഞാൽ മടുപ്പ് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഏറ്റവും നല്ല സിമ്പിൾ എക്സസൈസ് ആദ്യം ചെയ്ത് തുടങ്ങണം ആദ്യം വേണ്ടത്. പിന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന റൂമിൽ ഒരു നല്ലൊരു കണ്ണാടി വെക്കുന്നത് നല്ലതാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ ഒന്ന് കാണാനും, ഇപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു 6 മാസം മുമ്പ് കണ്ണടിയിൽ നോക്കുന്ന രീതി ആയിരിക്കില്ല, പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല കണ്ണടിയിൽ നോക്കിയിട്ട് നമുക്ക് നമ്മളെ തന്നെ ബോഡി ഒന്ന് വിലയിരുത്താനും നമ്മുടെ മാറ്റങ്ങളും സന്തോഷമൊക്കെ കണ്ടറിയാനും സാധ്യത കൂടുതൽ. അപ്പോൾ ഏറ്റവും നല്ല ഒരു നമ്മൾ എക്സസൈസ് റൂമിൽ നല്ല ലെങ്ത് ഉള്ളൊരു ഒരു കണ്ണാടിക്ക് വേണ്ടി അതൊരു ഹെൽത്തി ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടാൽ മതി. അത് വാങ്ങി ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയിലും ഇത് വിലയിരുത്തേണ്ടത് നമ്മുടെ മൊബൈലിൽ ഒരുപാട് സെൽഫികൾ എടുത്ത് വെക്കാറുണ്ട്. നമ്മൾ ഓരോ 10-15 ദിവസം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ബോഡീൻ്റെ ഒരു ഫോട്ടോ സെൽഫി രൂപത്തിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് കൃത്യമായി സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 5-6 മാസം കഴിഞ്ഞ മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം കൂടുതൽ തോന്നാനും കൂടുതൽ സ്ട്രോങ് ആയിട്ട് എക്സസൈസ് ഫീൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ചേരുക. ഇപ്പം എന്താ ആധുനിക കാലഘട്ടമാണ്, എക്സസൈസ് ചെയ്യാൻ പുറത്തിറങ്ങൊന്നും വേണ്ട, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോകേണ്ട, ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈലിൽ സൂം ആപ്പ് ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു കോച്ചിനെ സെലക്ട് ചെയ്യുക, നിങ്ങൾ കംഫർട്ടായ നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുന്നതിലെ മെച്ചം എന്താ വെച്ചാൽ സ്കൂൾ പോലെ കൃത്യസമയത്ത് ക്ലാസ്സുകളുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളും ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുടെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു തരാൻ ആളുണ്ടായിരിക്കും. ടോട്ടൽ നിങ്ങളെ എക്സസൈസിൻ്റെ കാര്യത്തിൽ ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഇതിനെ ഫീൽ ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത്, ഈ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ ലോകത്തിൻ്റെ എവിടെ നിന്നും നമുക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ലൊരു കമ്മ്യൂണിറ്റി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഒരുപാട് ടെക്നോളജി ഉപയോഗിക്കുന്നത്. അതിൽ അലാറം എന്ന സംവിധാനമുണ്ട്. ഈ എക്സസൈസിന് ഒരു അലാറം വെക്കുന്നത് നന്നായിരിക്കും. നമ്മൾ എക്സസൈസ് തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അലാറം വെക്കുക. നമ്മൾ മനുഷ്യനാകാം, പല ദിവസം പല രീതിയിൽ തിരക്കിട്ട ജോലികളൊക്കെ ഉണ്ടായിരിക്കാം, മറക്കൂല. എന്നിരുന്നാലും ഈ അലാറം ഒരു സിമ്പിൾ ഒരു അലാറം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അലാറത്തിനെ പെട്ടെന്ന് തിരിച്ചറിയാനും നമ്മൾ എക്സസൈസ് ചെയ്യാനും ഒരു ഹാപ്പി മൂഡിലേക്ക് നമ്മൾ വരാനും സാധ്യത കൂടുതലാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് എക്സസൈസ് ഇൻ യുവർ ഹോം. ഞാൻ നേരത്തെ പറഞ്ഞു, എക്സസൈസ് ചെയ്യാൻ പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോവുക, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, നമുക്ക് മടുപ്പായിരിക്കും. ഇപ്പം മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പിലെ ദിവസങ്ങൾ വരിക, അല്ലെങ്കിൽ രാവിലെ നല്ല കാറ്റും മഴയടിക്കും, നമുക്ക് പുറത്തിറങ്ങാൻ തോന്നൂല. എന്നാൽ ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് അങ്ങനത്തെ ഈ കാറ്റോ മഴയോ ഒന്നും ബാധിക്കൂല. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് തന്നെ അത് കംഫർട്ടായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലത് എക്സസൈസ് ഇൻ യുവർ ഹോം എന്നുള്ള കൺസെപ്റ്റിലേക്ക് എല്ലാവരും മാറുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കുറച്ച് മാനസിക സൈക്കോളജിക്കലായിട്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് നമുക്ക് കൃത്യമായ ലക്ഷ്യം വേണം. ഒരു എക്സസൈസ് തുടങ്ങിയിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് എന്തായിരിക്കും എന്നുള്ളൊരു ഫോട്ടോ
ഒരു ഇമാജിനറി ഫോട്ടോ നമ്മൾ എപ്പോഴും മനസ്സിൽ കാണാം. അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നമ്മുടെ തടിയുള്ള ഒരാൾ, നമ്മൾ തടിയുള്ള ആളെ വിചാരിച്ചോ, ഒരു 6 മാസം ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ മെലിഞ്ഞ ഒരാളായി മാറുന്നൊരു ഇമാജിനറി ഫോട്ടോ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളെ വീട്ടിലോ നമ്മളെ അലമാരയിലോ ഒട്ടിച്ചൊക്കുന്നത് നല്ലതാണ്. അത് ഇത്തരത്തിൽ ഒരു സൈക്കോളജിക്കൽ ഫീൽ അതിൽ കിട്ടും. അപ്പം അങ്ങനെ നമ്മുടെ ഡ്രീം പോസ്റ്റർ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഇടയ്ക്ക് ആ ഫോട്ടോയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആവാനുള്ള ടെൻഡൻസി കൂടും. അങ്ങനെ വരുമ്പോൾ ശാസ്ത്രം പറയുന്നത് നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുക, അത് തീവ്രമായിട്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് പ്രപഞ്ചം നമുക്ക് തരും എന്നാണ് പറയുന്നത് ശാസ്ത്രം. അപ്പം 100% നിങ്ങൾക്ക് അങ്ങനെ രീതിയിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളുടെ സാധ്യത കൂടുതലാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു വാട്ടർ ബോട്ടിൽ, ഇപ്പോൾ 2 ലിറ്റർ കൊള്ളുന്ന നല്ല വാട്ടർ ബോട്ടിലുകൾ വാങ്ങും. ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ അടുത്ത് വെക്കുക. എക്സസൈസ് ചെയ്യുന്ന നമ്മൾ ഒന്നിച്ച് കുടിക്കരുത്, ചെറിയ സിപ്പായിട്ട് കുടിക്കുക. ഈ ബോട്ടിൽ നമ്മൾ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിച്ചെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്ഥിരമായിട്ട് മടുപ്പ് കൂടാതെ എക്സസൈസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാവുന്ന ചില ടെക്നിക്കുകൾ. അപ്പോൾ മറ്റൊരു വിഷയമായിക്കൊണ്ട് നാളെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.